ത്യോഫൻ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഹെഡ് ഇഞ്ചുറി ഇല്ല, അതോടൊപ്പം തന്നെ നെഞ്ചിന് പരിക്കുകളില്ല. പക്ഷേ കാലിനാണ് വലിയ തരത്തിലുള്ള പരിക്കേറ്റിട്ടുള്ളത്, സന്ധ്യയുടെ കാലിന്. അത് അവിടേക്കുള്ള പൾസ് ലഭിക്കുന്നില്ല എന്നാണ് നേരത്തെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. നിലവിൽ എന്താണ് ഡോക്ടർ പറഞ്ഞതിന് ശേഷമുള്ള മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സന്ധ്യയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? സിജു, നിലവിൽ സന്ധ്യയുടെ സർജറി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലാണ്. 3 ഘട്ടങ്ങളിലായി ഇതിൻ്റെ ഈ ശസ്ത്രക്രിയ നടക്കും. അതിൽ ആദ്യഘട്ടം പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള വിഭാഗം വിദഗ്ധ ഡോക്ടർമാർ ഈ പ്രത്യേകിച്ച് പ്രധാനമായും ഇടത്തെ കാലിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ 2 കാലുകൾക്കും ഗുരുതരമായ പരിക്കുണ്ടെങ്കിലും 2 കാലിലും മസിലുകൾ ഉൾപ്പെടെ ചതഞ്ഞിട്ടുണ്ട്. അതിൽ വലത്തെ കാലിന് രക്തയോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പ്രശ്നം അവിടേക്കില്ല. അപ്പോൾ ആദ്യമായി ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിച്ച് നോക്കുന്നത് ഇടത്തെ കാലാണ്. ഇടത്തെ കാലിൽ രക്തക്കുഴലുകൾക്ക് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിക്ക് പറ്റിയ രക്തക്കുഴലുകൾ അത് കറക്റ്റ് ചെയ്ത് രക്തയോട്ടം സുഗമമാക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ രക്തക്കുഴലുകൾ യോജിപ്പിക്കുക, രക്തക്കുഴലുകളിലൂടെ കൃത്യമായി അത് ശസ്ത്രക്രിയയിലൂടെ രക്തചംക്രമണം സാധ്യമാക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. അതിനിടയിൽ തന്നെ അതിന് പിന്നാലെ അടുത്ത ഘട്ടമായി ഈ ഇതിൽ ഓർത്തോ ഡോക്ടർമാർ, അസ്ഥിരോഗ വിദഗ്ധരുടെ ശസ്ത്രക്രിയയാണ്. കാരണം ഒന്നിലധികം സ്ഥലങ്ങളിൽ കാലിന് മുട്ടിന് താഴെയായി ഫ്രാക്ചറുണ്ട്. ആ എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ആ എല്ലുകൾക്ക് ഒടിവ് സംഭവിച്ച ഭാഗത്ത് എല്ലുകൾ കൂട്ടി യോജിപ്പിക്കുകയും കഷ്ടങ്ങളായി പോയ എല്ലുകളുണ്ട്, അത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ, അത് അസ്ഥിരോഗ വിഭാഗത്തിൻ്റെ ശസ്ത്രക്രിയ നടക്കണം. അതിനുശേഷം വീണ്ടും ഈ രക്തക്കുഴലുകൾ, കാരണം ഇതിനിടയിലാണ് വലത്തെ കാലിന് കൂടി ശ്രദ്ധ ചെലുത്തേണ്ടത്. കാരണം ആദ്യ ഘട്ടത്തിൽ ഇടത്തെ കാലിൻ്റെ രക്തക്കുഴലുകൾ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ വലത്തെ കാലിൻ്റെ മസിലുകൾ ശരിയാക്കുന്ന ജോലി സമാന്തരമായി തന്നെ ഓർത്തോ ഡോക്ടർമാർ ഇടത്തെ കാലിൻ്റെ ഒടിഞ്ഞുപോയ ആ ഫ്രാക്ചർ ഉണ്ടായ ഭാഗത്തെ അസ്ഥികളുടെ ക്രമീകരണം, അതിൽ നടത്തേണ്ട സർജറി ഉൾപ്പെടെ നടത്തും. അതിനുശേഷം വീണ്ടും ആ രക്തക്കുഴലുകളുടെ ക്രമീകരണം, ആ മസിലുകൾ ഉൾപ്പെടെയുള്ള പേശികൾ ഉൾപ്പെടെ ശരിയാക്കുന്നതിനും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള വിഭാഗത്തിൻ്റെ ശസ്ത്രക്രിയ അടുത്ത ഘട്ടമായി നടക്കും. അങ്ങനെ ഈ 3 ഘട്ടം നീളുമ്പോഴേക്കും വൈകുന്നേരം വരെ നീളുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സങ്കീർണമായ ശസ്ത്രക്രിയയാണ്, ഏറെ സമയമെടുക്കും. കാരണം ഇന്നലെ രാത്രിയോടെ ഉണ്ടായ അപകടമാണ്. അതിൽ കോൺക്രീറ്റ് സ്ലാബ് സന്ധ്യയുടെ കാലിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ആ മണിക്കൂറുകളോളം, ഒരുപക്ഷെ 6 മണിക്കൂറോളം നീണ്ട ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ സമയം മുഴുവൻ ഈ കോൺക്രീറ്റ് സ്ലാബ് സന്ധ്യയുടെ കാലിന് മുകളിൽ ഇരിക്കുകയായിരുന്നു. സ്ലാബ് ഉയർത്തിയതിന് ശേഷമാണ് ഒരുപക്ഷെ അതിൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവുക. എങ്കിലും അത് വലിയ പരിക്ക് കാലുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വലത്തെ കാലിന് പേശികൾക്ക് മാത്രമാണ് ചതവുണ്ടെങ്കിൽ കൂടി ഇടത്തെ കാലിന് അത് അസ്ഥികൾക്ക് ഒടിവ് സംഭവിച്ചിരിക്കുന്നു. ഒന്നിലധികം ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ അത് ക്രമീകരിക്കേണ്ടതുണ്ട്. അസ്ഥികൾ നുറുങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ അസ്ഥികളുടെ ക്രമീകരണം അത് ശസ്ത്രക്രിയയിൽ തുടർന്ന് ക്രമീകരിക്കുകയും അതിലെന്തെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉൾപ്പെടെയുള്ളതുണ്ടെങ്കിൽ അത് ക്രമീകരിക്കണം. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രക്തയോട്ടം കൃത്യമാക്കുക എന്നതാണ്. അതിനിടയിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മണിക്കൂറുകളോളം രക്തയോട്ടം നിലച്ചതാണ്. ഒരു കാലിൽ രക്തയോട്ടം നിലച്ചു എന്നതുകൊണ്ട് തന്നെ അത് ആന്തരാവയവങ്ങളെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആ രക്തക്കുഴലുകൾക്കുണ്ടായ പരിക്ക് ആന്തരാവയവങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ അത് വൃക്കകളെയാണ് ആദ്യം ബാധിക്കാനുള്ളൊരു സാധ്യത. അതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സങ്കീർണമായ ശസ്ത്രക്രിയ അത് വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗുരുതരമായ പരിക്കാണെങ്കിൽ ഒരുപക്ഷെ അത് കാലിൽ രക്തയോട്ടം സാധ്യമാകാതെ വന്നാൽ കാൽ മുറിച്ചു മാറ്റേണ്ട ഒരു സാധ്യതയിലേക്ക് പോലെ പോകും. അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങളിലാണ് ഡോക്ടർമാർക്ക് ഏറ്റവും പ്രധാന ശ്രദ്ധ വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇടത്തെ കാലിലെ രക്തചംക്രമണം വ്യക്തമാക്കുക, രക്തയോട്ടം കൃത്യമാക്കുക. ഒപ്പം ഈ മറ്റ് അവയവങ്ങളെ ഈ രക്തയോട്ടം നിലച്ചത് ബാധിക്കാതിരിക്കാനുള്ള ശ്രമം. ആ 2 കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത്. അതിൻ്റെ തുടർച്ചയായാണ് ഒപ്പം അസ്ഥിരോഗ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലുള്ള ശസ്ത്രക്രിയ, ഈ എല്ല് ക്രമീകരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തേണ്ടത്. അങ്ങനെ അസ്ഥികളുടെ ഓപ്പറേഷൻ, അത് ഇത്രയും കാര്യങ്ങൾ ഇടത്തേക്കാലിൽ നടക്കേണ്ടതുണ്ട്. സമാന്തരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലിലെ 2 ഭാഗങ്ങളിലുണ്ടായ പൊട്ടൽ, അസ്ഥി പൊട്ടിയത്, അതോടൊപ്പം തന്നെ ഈ ഞരമ്പുകളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടു. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ സങ്കീർണമാക്കുന്നത്. തീർച്ചയായും സിജു, അതായത് 2 കാര്യങ്ങൾ. ഒന്ന്, രക്തക്കുഴലുകൾക്ക് മുറിവ് സംഭവിച്ച് പരിക്ക് സംഭവിച്ച് രക്തയോട്ടം നിലച്ചുപോയി, അതാണ് ഉണ്ടായത്. ആ രക്തയോട്ടം അപകടം സംഭവിച്ച ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രക്തക്കുഴലുകൾക്ക് പരിക്ക് പറ്റി രക്തയോട്ടം നിലച്ചിട്ടുണ്ടെങ്കിൽ അത്
വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും വിജയകരമായ രീതിയിൽ ആ ശസ്ത്രക്രിയ സാധ്യമാകണമെങ്കിൽ അതിന് നിർണായകമായ സമയം 7 മണിക്കൂറാണ്. പക്ഷേ അപകടമുണ്ടായത് 10 മണിക്കാണ്. അങ്ങനെയെങ്കിൽ 5:15 ആണ് ഇവിടെ എത്തുന്ന 5:16 ആശുപത്രിക്കുള്ളിലേക്ക് ഡോക്ടർമാർ പരിശോധനയ്ക്ക് തുടങ്ങി എന്നാണ് സൂപ്രണ്ട് അറിയിച്ചത്. അങ്ങനെയെങ്കിൽ 10 മണി മുതൽ ഈ 5:15 മണിക്കൂർ വരെയുള്ള സമയം അത് വളരെ നിർണായകമാണ്. ആ സമയം കഴിഞ്ഞിരിക്കും. കാരണം അതായത് അതിനുശേഷം പരിശോധന നടത്തിയ ശേഷം CT സ്കാൻ നടത്തിയിരുന്നു. അങ്ങനെ സർജറി തുടങ്ങുമ്പോഴേക്കും അതൊരു 9 മണിക്കൂറോളം സമയം അവിടെ വേണ്ടി വന്നിട്ടുണ്ട്. കാരണം കൃത്യമായി എവിടെയൊക്കെയാണ് ഈ ബ്ലഡ് വെസലുകൾക്ക്, അതായത് രക്തക്കൊള്ളുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ളത്, പരിക്കേറ്റുള്ളത് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് ആണ് CT സ്കാൻ ആവശ്യമായിരുന്നു. അങ്ങനെ വിദഗ്ധമായ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു CT സ്കാൻ പരിശോധന അതിനുശേഷമാണ് കാരണം രോഗനിർണയത്തിൻ്റെ ഒരു ഭാഗമാണത്. ആ നിർണയം കഴിഞ്ഞതിന് ശേഷമാണ് ശസ്ത്രക്രിയ എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഇത് നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നതുകൊണ്ട് വിദഗ്ധ ഡോക്ടർമാരെ നേരത്തെ തന്നെ ക്രമീകരിക്കാൻ സാധിച്ചു എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത്. എന്തായാലും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇപ്പോൾ സന്ധ്യയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനം എന്നത് രക്തക്കുഴലുകൾ ക്രമീകരിച്ച് ആ ബ്രേക്ക് ഉണ്ടായത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും സൂചിപ്പിച്ചതുപോലെ ഈ ശസ്ത്രക്രിയ സങ്കീർണമാകാൻ കാരണമായത്. ഇടത്തെ കാലിൻ്റെ രക്തക്കുഴലുകൾക്കുണ്ടായ വലിയ പരിക്ക്, മസിലുകൾക്ക് 2 കാലിലും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇടത്തെ കാലിൽ രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടായി എന്നതുകൊണ്ട് തന്നെ രക്ത ഓട്ടം നിലച്ചു. അതാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. ആ രക്തയോട്ടം നിലച്ചത് മൂലമാണ് ഈ പൾസ് ലഭിക്കാതെ വന്നത്. അപ്പോൾ ആ രക്തക്കുഴലുകളിലൂടെ ഓട്ടം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മുൻഗണന കൊടുക്കുന്നത്. അതിനുശേഷമാണ് അടുത്ത ഘട്ടമായി അസ്ഥികളുടെ ഓപ്പറേഷൻ, ഓർത്തോ ഡോക്ടർമാരുടെ ശസ്ത്രക്രിയ നടക്കുക. ഇതാണ് നടക്കേണ്ടത്. അതിനുശേഷം വീണ്ടും മറ്റ് രക്തക്കൊള്ളുകളുടെ ക്രമീകരണവും, അതായത് പ്രധാനമായും രക്തയോട്ടം ക്രമീകരിക്കുക എന്നതിനാണ് ആദ്യം മുൻഗണന. അതിനുശേഷമാണ് അസ്ഥികളുടെ ക്രമീകരണം. ഈ 2 കാര്യങ്ങളാണ് ഇത് ശസ്ത്രക്രിയ സങ്കീർണമാക്കുന്നത്. ശരി, തിയോഫിനാണ് രാജഗിരി ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അടിമാലി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ സങ്കീർണമായ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.